ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ബിസ്മിസ് ഫുഡ് വേൾഡ്. നമ്മൾ ചോറിൻ്റെ ചപ്പാത്തിൻ്റെ പൊറാട്ടിൻ്റെ ഒക്കെ കൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മത്തിക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കറി നമ്മൾ കുക്കറിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 കിലോ മത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർത്ത് വെക്കണം. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസ് വലിപ്പമുള്ള സവാള അതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1.5 ടീസ്പൂണ് കല്ലുപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പൊടിയുപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ അരച്ച ശേഷം ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു നെല്ലിക്കൻ്റെ വലുപ്പത്തിലുള്ള കുറച്ച് പുളി എടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. നമ്മൾ നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനിലേക്ക് ഇത് മസാല പുരട്ടി വെക്കാം. നമ്മൾ ഈ മസാല നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തത് കൊണ്ട് നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ അധികം വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പുളിവെള്ളം മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വലിയ മത്തിയാണ് കിട്ടുന്നതെങ്കിൽ ഒന്ന് വരഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ ഇതിൽ മസാല നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടും. ഇതിന് ഒരു മീഡിയം വലിപ്പത്തിലുള്ള മത്തിയാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പുളിവെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് അതും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാല പറ്റി വെച്ചിട്ടുണ്ട്. സമയം ഉണ്ടെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് ഇത് മാറ്റി വെക്കാം. ഞാനത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം ഈ മസാല പറ്റി വെച്ചിട്ടുള്ള മത്തി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി നിരത്തി കൊടുത്ത ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുക്കറിൽ ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചുറ്റിയ ശേഷം പിന്നെ ബാക്കി കുറച്ച് വെളിച്ചെണ്ണ മുകൾ ഭാഗത്തേക്കും കൂടി ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ആവിയൊക്കെ പോയ ശേഷം തുറന്ന് നോക്കിയാൽ മതി. ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഒരു വിസിൽ വന്ന ശേഷമാണ് കുറച്ച് ആവിയൊക്കെ പോയ ശേഷമാണ് കേട്ടോ തുറന്ന് നോക്കുന്നത്. പക്ഷേ നല്ല ചൂടാറിയിട്ടില്ല. കുറച്ചുകൂടി ചൂടാറിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല തിക്കായി തന്നെ കിട്ടും. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മത്തിക്കറിയാണ് കേട്ടത്. ചൂടാറി കഴിയുമ്പോൾ അത് കുറച്ചുകൂടി നല്ല തിക്കായി കിട്ടും. നമ്മൾ ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കപ്പ, പിന്നെ ചോറ്, പിന്നെ ചപ്പാത്തി, പൊറോട്ട അതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു കറിയാണ് കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.